അപ്പോൾ ഗൈസ്, കഴിഞ്ഞ കൊടുത്ത നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോയ്ക്കകത്ത് പലരും നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമുക്ക് ഇന്ന് അത് കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാവരും നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് ഓണാക്കിയാലുള്ള വെളിച്ചം. ഇതിപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫാണ്. ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് കണ്ടീഷനുള്ള വെളിച്ചം എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹോണ് കേൾപ്പിച്ചില്ല എന്നും എല്ലാവരും ഒരു പരാതി പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഹോൺ ഒന്ന് കേട്ടോ നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ എക്സ്ട്രാ വെച്ച വണ്ടിയുടെ ഹോണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീട്ടിലൊക്കെ കിടക്കാം അല്ലേ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL5 Nomad. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ വണ്ടി സെക്കൻഡ് സർവീസിനായിട്ടുണ്ട്. സെക്കൻഡ് സർവീസിനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നമ്മുടെ വണ്ടി എടുത്തിട്ട് 6 മാസം എടുത്തായിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ എന്നുള്ളതാണ് സർവീസ് ഇൻട്രോയിൽ. എന്തായാലും സർവീസിന് കൊണ്ടുപോവാണ്. ഞാനിപ്പോൾ അതിനകത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർ പെർമിഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷ്വൽസോട് കൂടി ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഞാൻ മുന്നേ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു യൂസർ റിവ്യൂ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പോവാം, സർവീസിന് പോവാം. ഓക്കെ, ബാ. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ അവിടെ ചെന്ന് അവരോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ പെർമിഷൻ തന്നിട്ടില്ല. ബജാജിൻ്റെ ഫ്ലോറിൽ, അവിടെ സർവീസ് ഫ്ലോറിൽ കയറാനായിട്ട് ബജാജ് ആർക്കും ഓതറൈസേഷൻ കൊടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അതിനകത്തുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ, അപ്പോൾ സർവീസ് കഴിഞ്ഞു. വണ്ടി കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ എന്തായാലും വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. ഏകദേശം 3800-4000 കിലോമീറ്ററോളം ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ റിവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അതിനുമുമ്പ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാം കേട്ടോ. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായിട്ട് നിന്നൊരു സ്ഥലമാണ് കോട്ടയത്തെ മലരിക്കൽ ആമ്പൽപ്പാടം എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടാണിത്. ഇക്കൊല്ലം എന്തായാലും കൊറോണയൊക്കെ കാരണം ഇങ്ങോട്ട് ട്രാവലേഴ്സൊന്നും അധികം ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെയൊക്കെ മുഴുവൻ ആ കാണുന്ന വെള്ളത്തിൻ്റെ ഭാഗമൊന്നും ഇല്ലായിരുന്നു. മൊത്തം കവർ ചെയ്തിട്ട് ആമ്പലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കയറിയോണ്ടാണെന്ന് തോന്നുന്നു കുറേ ഭാഗമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ഞാനൊരു വ്ളോഗായിട്ട് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഇടുന്നുണ്ട്. മലരിക്കൽ കാണാൻ വരുന്നവർക്ക് ഇത് കൂടാതെ ആ ഒരു ദിവസം ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കോൺസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ്ലൈറ്റ് ഈ സെഗ്മെൻറ്റിലേന്നല്ല, ഇപ്പോൾ ഇറങ്ങുന്ന 2 വീലേഴ്സിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെഡ്ലൈറ്റാണിത് വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചെറിയൊരു നെഗറ്റീവ് പറയാനുണ്ട്. അതായത് നമ്മൾ കോർണേഴ്സിൽ, എസ്പെഷ്യലി നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്ത പിച്ച് ഡാർക്ക് ആയിട്ടുള്ള കോർണേഴ്സിൽ നമുക്ക് വശങ്ങളിലേക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഒരു സൈഡ്, അതായത് വണ്ടിയുടെ സ്ട്രെയിറ്റ് ഓക്കെയാണ്, പക്ഷേ സൈഡുകളിലേക്ക് നമുക്ക് അത്ര കണ്ട് അങ്ങോട്ട് വെളിച്ചം കിട്ടുന്നില്ല. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് എനിക്ക് വേറൊരു പ്രശ്നം ഫേസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലത്ത് ഈ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് മിസ്റ്റ് കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് മോയ്സ്ചർ ഇതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒരു മിസ്റ്റ് പോലെ വന്ന് കവർ ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇതിൽ കാണാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ മാനുവൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഓൾറെഡി ഇതിൻ്റെ സർവീസ് മാനുവലിൽ തന്നെ അവർ അങ്ങനെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് വണ്ടി എടുക്കുന്നവർ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട, അത് ഈ വണ്ടിക്ക് ഉള്ളതാണ് എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഷോക്കിൻ്റെ കാര്യമാണ്. ഒരു സ്പോർട്സ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡ് സൈഡിലാണ് ഷോക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തെ മോശം റോഡുകളിലൊക്കെ, അതായത് പാച്ചസ് ഒക്കെ ഉള്ള റോഡുകളിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൈക്കും ഷോൾഡറിനും അത്യാവശ്യം ഒരു സ്ട്രെസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ശരിക്കും ഹാൻഡിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൈക്കും ഷോൾഡറിനൊക്കെ അത്യാവശ്യം നല്ല സ്ട്രെസ് വരുന്നതുകൊണ്ട് അതൊരു നോർമൽ റോഡുകളിൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഹൈവേയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആവും.
ഹൈവേയിൽ ശരിക്കും ഈ ഷോക്ക് നമുക്ക് തരുന്ന സ്റ്റെബിലിറ്റി വേറെ ലെവലാണ്. സോ ഹൈ സ്പീഡിൽ നമുക്ക് അത്ര കണ്ട് കോൺഫിഡൻസ് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു നോർമൽ യൂസിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു നമ്മൾ നോർമൽ യൂസിൽ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. അതാ ഈ മീറ്റർ കൺസോളിൻ്റെ ഓൾ അറൗണ്ട് ഗ്യാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭാഗത്ത് വന്നേക്കുന്ന ഒരു ഫിനിഷിംഗ് ഒക്കെ അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബജാജിന് കുറച്ചും കൂടെ ശ്രദ്ധിക്കായിരുന്നു. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് വണ്ടി എന്നുള്ള രീതിയിൽ അതൊക്കെ കുറച്ചും കൂടെ നന്നാക്കി ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നീറ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. അടുത്തൊരു കാര്യം പലരും പറയുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. അത് വണ്ടി 184 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ഇത് മാനുവർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സംഭവം എനിക്ക് പാർക്കിങ്ങിൽ മാത്രമേ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും എനിക്ക് അത്ര വലിയ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കൂടുതലാണ്. ടേണിംഗ് റേഡിയസ് കൂടുതലായതുകൊണ്ടും വെയിറ്റ് കൂടുതലായതുകൊണ്ടും എവിടെയെങ്കിലും നിർത്തിയിട്ട് വണ്ടി ഒന്ന് തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ നാരോ പാർക്കിങ്ങിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ബാക്കിലേക്ക് വലിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ വെയിറ്റ് നമുക്ക് ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. ഹൈവേയിൽ നമ്മളൊരു ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ആ വെയിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പോലെ തന്നെ നമുക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ് കൊണ്ട് നമുക്ക് ദോഷമുണ്ട്, അതുപോലെ തന്നെ ഹൈവേ ക്രൂസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷേ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് എനിക്ക് വെയിറ്റ് ഫീൽ ചെയ്തത് ഓഫ് റോഡിങ്ങിന് പോകുന്ന സമയത്താണ്. ഞാൻ ഈ വണ്ടിയായിട്ടൊരു ഓഫ് റോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വെയിറ്റ് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ട്രെയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ വണ്ടി ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഈ വെയിറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിനും നമ്മൾ കൂടുതൽ സ്ട്രെസ് നമുക്ക് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. അപ്പോൾ ഞാനൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിച്ചിട്ടും ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വല്ലാതെ ടയർഡായി പോയിരുന്നു. ഈ റൂട്ടിൽ കൂടെ പിള്ളേരൊക്കെ ചുമ്മാ പറപ്പിച്ച് നടക്കുകയാണ്. പിള്ളേരൊക്കെ ഇടയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. വണ്ടിയായിട്ടൊക്കെ അത്യാവശ്യം ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ആളുണ്ടാവും. ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് ആൾ കുറവ്. സോ അപ്പോൾ വെയിറ്റ് കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ റൈറ്റ് സൈഡിൽ വെട്ടിത്തേയുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ വണ്ടിയുടെ അധികം തേഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് അങ്ങോട്ട് അത്രയ്ക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പൊതുവേ ഡോമിനാർ മറ്റു ഓണേഴ്സായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈഡ് വെട്ടിത്തേയുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. അത് കോമൺ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. പുത്തൻ ഡ്യൂക്കൊക്കെ എടുത്ത് നടക്കുന്ന നോക്കിയേ. സർവീസിന് ചെന്ന സമയത്ത് പലരും ഈ ഇഷ്യൂ അവിടെ നോട്ടിഫൈ ചെയ്തെങ്കിലും അവരതിന് പ്രോപ്പറായിട്ടൊരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. വണ്ടിക്കെല്ലാം ഉള്ളതാണെന്നാണ് അവർ പറയുന്നത്. ചില വണ്ടികളുടെ ഓയിൽ സീലിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, വണ്ടിക്ക് റൈറ്റ് സൈഡ് ഈ 2019 മോഡലിൽ റൈറ്റ് സൈഡിലേക്ക് വണ്ടിക്ക് പൊതുവെ ഒരു വലിവുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ കൈവിട്ടൊക്കെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ വണ്ടി വലതുവശത്തേക്ക് പോകുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. അതും ഈ 2019 ഓണേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മോഡൽ കഴിഞ്ഞ് 19 ആക്കിയപ്പോൾ വണ്ടിയുടെ സൈലൻസർ അവർ ചേഞ്ച് ചെയ്തായിരുന്നു. പഴയ സൈലൻസറിനേക്കാളും വെയിറ്റ് കൂടിയ സൈലൻസറാണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ തന്നെയാണ്. അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ലെഫ്റ്റിലേക്ക് മാറ്റിയെങ്കിലും സ്റ്റിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ബാലൻസ്ഡ് ആയി കാണാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഗസ് മാത്രമാണ്. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കുള്ളൊരു വലിവും ഈ ഒരു ടയറിൻ്റെ വെട്ടിത്തേൽ ഇഷ്യൂവും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ഇഷ്യൂ എന്നെയും കൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറാണ്. ഈ ടയർ ഓർണറിങ്ങിനൊന്നും അത്രത്തോളം ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നില്ല. കുറച്ചും കൂടെ ഒരു ഗ്രിപ്പുള്ള ഒരു ടയർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേ. എന്തായാലും നമുക്ക് ഈ ടയർ തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തിടുന്ന ഒരു നല്ല ഗ്രിപ്പുള്ള ഒരു ടയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം സോൾവ് ആവും. എനിവേ, പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് വണ്ടി എന്നുള്ള നിലയിൽ അവർ ഇറക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നല്ലൊരു ടയർ ഇതിന് കൊടുക്കായിരുന്നു. പിന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ 184 കിലോ ഉള്ള ഒരു വണ്ടിയെ നിർത്താനും മാത്രം നല്ലൊരു ബ്രേക്ക് തന്നെയാണ് ഇതിന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ ബ്രേക്ക് വളരെ ശോകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് നമുക്കൊരു വണ്ടി നിർത്താനായിട്ട് ഉപയോഗിക്കാനേ പറ്റില്ല. പിന്നെ എന്താ പറയുന്നത്, വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു കണ്ടീഷനിൽ പോലും ബാക്കിലെ ബ്രേക്ക് കൊണ്ട് നമുക്ക് ഒരു യൂസും ഉണ്ടാകുന്നില്ല. വളരെ ചെറുതായിട്ട് മാത്രമേ വണ്ടി സ്ലോ ഡൗൺ ആകുന്നുള്ളൂ. പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ അതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇഷ്യൂ അല്ല, ഇത് ചിലപ്പോൾ എൻ്റെ റൈഡിങ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ ഇത് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ 2-3 ഗിയറുകൾ അത്യാവശ്യം നോയ്സി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ചില സമയത്ത് കറക്റ്റായിട്ട് നോയ്സ് ഇല്ലാതെ വീഴുന്നുണ്ട്, ചില സമയത്ത് നോയ്സി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അത് ചിലപ്പോൾ എൻ്റെ റൈഡിങ് സ്റ്റൈൽ കൊണ്ടും ആയിരിക്കാം, ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലാഞ്ഞിട്ടും ആയിരിക്കാം. പക്ഷേ ഞാൻ മാക്സിമം പ്രോപ്പറായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു നോയ്സ് ഗിയറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ ഫോൾസ് ന്യൂട്രലും കാര്യങ്ങളൊന്നും വീണിട്ടില്ല. ഈ ഒരു നോയ്സിൻ്റെ ഇഷ്യൂ മാത്രമേ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അടുത്തതായിട്ട് ഈ വണ്ടിയിൽ ബജാജിന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് വണ്ടിയുടെ കളർ ഓപ്ഷൻസ്. ഈ 2019 UG വേർഷൻ ആയി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ കളർ ഓപ്ഷൻസ് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതിലാകെ 2 കളറേ വരുന്നുള്ളൂ. ഒന്ന് ഈ ബ്ലാക്കും പിന്നെ ഒരു ഗ്രീൻ കളറും, അറോറ ഗ്രീനും. സോ കളർ ഓപ്ഷൻസ് കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി മിക്ക ആൾക്കാരും എടുക്കുന്നത് ഒരു ലോങ് ടൂറർ എന്നുള്ള കൺസിഡറേഷനിലാണ്. സോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി കുറച്ചും കൂടെ കൂട്ടുണ്ടായിരുന്നു. ഇതിനാകെ 13 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. ഒരു ലോങ് ടൂറർ എന്നുള്ള കൺസിഡറേഷനിൽ ആ ടാങ്ക് കപ്പാസിറ്റി നമ്മുടെ മോജോട് ഒക്കെ അടുത്ത് നിൽക്കുന്ന രീതിയിലൊന്ന് കൂട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ടാങ്കിന് പകരം ഒരു മെറ്റൽ ടാങ്ക് ആയിരുന്നെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാനെ. അതിലും കുറച്ചും കൂടെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആകാനെ. പക്ഷേ ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് പിന്നെയും കൂടും എന്നുള്ളതുകൊണ്ടായിരിക്കും ബജാജ് ഇതൊക്കെ ലിമിറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇപ്പം തന്നെ 184 കിലോ ഉള്ള വണ്ടി ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ ഇനിയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വെയിറ്റ് കൂടുകയുള്ളൂ. സോ ആ ഒരു ഹെവിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബജാജ് ഇതിപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയും കുറച്ചതും ഇതൊക്കെ ഫൈബർ പാർട്ടാക്കിയതും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ വണ്ടിയുടെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്റ്റൈൽ തന്നെ. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നല്ല കിടു ലുക്കുള്ളൊരു വണ്ടിയത്. എനിവേ ഒരു ഹെർട്ട് ടേണർ തന്നെയാണ്. ഇപ്പോഴും ഇത്രയധികം വണ്ടികൾ ഇറങ്ങിയിട്ടും നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്ന രീതിയിലുള്ളൊരു ലുക്ക് തന്നെ വണ്ടിക്കുണ്ട്. എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഓൾട്രേഷൻസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴും വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കാതിന്. അതുപോലെ തന്നെ പവറിൻ്റെ കാര്യം എടുത്താലും വണ്ടി എടുക്കുന്നവരെ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഈ 400cc എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. 184 കിലോ വെയിറ്റ് ഉണ്ടായിട്ട് പോലും നമുക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ എഞ്ചിൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിലും ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ഡ്യൂക്കൊക്കെ പോലെ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി അല്ലെങ്കിലും ഒരു ലീനിയർ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പവർ ഡെലിവറി നമുക്ക് ആവശ്യത്തിനുള്ള പവർ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവറിൻ്റെ കാര്യത്തിൽ ഞാൻ 100% ഹാപ്പിയാണ്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ആക്സലറേഷൻ്റെ കാര്യത്തിലും ഞാൻ എൻറ്റയർലി ഹാപ്പിയാണ്. നമുക്ക് ഓവർടേക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഡൗൺ ചെയ്ത് കൈ കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ത്രോട്ടിൽ കൊടുത്താൽ തന്നെ വണ്ടി നമ്മളെ കൊണ്ട് വലിച്ചെടുത്ത് തന്നെ കയറുന്നുണ്ട്. അതുപോലെ ഹൈവേയിലെ സ്റ്റെബിലിറ്റിയും ഹൈവേ പെർഫോമൻസും എക്സ്ട്രീംലി ആ കാര്യത്തിലും എനിക്ക് വേറൊന്നും പറയാനില്ല. വണ്ടി വേറെ ലെവലാണ്. ഹൈവേ പെർഫോമൻസിൽ വണ്ടി വേറെ ലെവൽ തന്നെയാണ്. വണ്ടി ഒരു 130-140 സ്പീഡിൽ പോലും നല്ല സ്റ്റഡിയാണ്. നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പക്ഷേ ആ ടയറിൻ്റെ ഭാഗത്ത് നിന്ന് കോർണറിങ്ങിൻ്റെ സൈഡിൽ വരുന്ന ഒരു ചെറിയ ഇഷ്യൂ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും വണ്ടി നല്ല കോൺഫിഡൻസ് തന്നെ നമുക്ക് തരുന്നുണ്ട് ഹൈ സ്പീഡിൽ. സോ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. വെയിറ്റ് ഉള്ളതുകൊണ്ട് ഹൈവേയിലെ സ്റ്റെബിലിറ്റിയും അടിപൊളി. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട് തന്നെയാണ് ഈ വണ്ടിയുടെ സൗണ്ട്. ഒരു രക്ഷയില്ല മച്ചാന്മാരെ, വേറെ ലെവലാണ് സൗണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ആ ഒരു ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അന്യായ ഫീൽ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ആ കാര്യത്തിൽ ബജാജിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയാണ്. ബജാജ് പറയുന്നത് വെച്ച് നോക്കിയാൽ 3 ലെയർ പെയിൻ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെയിൻറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ മാറ്റ് ഫിനിഷ് ആണെങ്കിലും ബാക്കിയുള്ള പാർട്ടെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല പെയിൻറ്റ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പാർട്ടും ആ ഭാഗങ്ങളൊക്കെ പൗഡർ കോട്ടഡാണ്. അപ്പോൾ അതും അത്യാവശ്യം നല്ല ഫിനിഷ് തന്നെ നമുക്ക് കാണുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ്ലി നല്ല രീതിയിൽ തന്നെ ബജാജ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു പ്രോ എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിൻ്റെ ആക്സസറീസിൻ്റെ അവൈലബിലിറ്റിയാണ്. ഈ വണ്ടിക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ആക്സസറീസ് അവൈലബിൾ ആണ്. പിന്നെ എനിക്കിതിൽ പറയാനുള്ള മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. എനിക്ക് ആവറേജ് 30 തൊട്ട് 33 വരെ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം, ഇതുണ്ടോ. ഇപ്പോൾ ഇതിൽ ആവറേജ് ഒരു ഫ്യൂൽ കൺസംഷൻ 32 km/L ആണ് കാണിക്കുന്നത്. ഈ 32 km/L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ യൂസും അതുപോലെ തന്നെ നമ്മളുടെ സിറ്റി യൂസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആവറേജ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിന് ആവശ്യത്തിനുള്ള മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനകത്ത് വണ്ടി വാങ്ങിയതിന് ശേഷം ഇതുവരെ ആകെ ഒരു തവണ മാത്രമേ ഇത് നോർമൽ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്ത്യൻ ഓയിലിൻ്റെ പ്രീമിയം പെട്രോളാണ് ഞാൻ അടിക്കുന്നത്. അത് മാത്രമല്ല മോസ്റ്റ്ലി ഞാൻ അടിക്കുന്നത് ഒരേ പമ്പിൽ നിന്നുകൂടെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലും മൈലേജിൻ്റെ കാര്യത്തിലും എനിക്കിതൊരു ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഞാൻ സോ ഹാപ്പിയാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം തന്നെ ആ ഒരു പോയിന്റ് കാരണമാണ്. ആക്ച്വലി ഞാൻ വണ്ടി സെലക്ട് ചെയ്യുന്ന സ്റ്റേജിൽ എനിക്ക് ഇതും ഹിമാലയനുമാണ് ഓപ്ഷനിൽ നിന്നിരുന്നത്. ഞാൻ ഈ വണ്ടിയിലേക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കുറവ് തന്നെയാണ് ഹിമാലയനെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച്. അതായത് ഈ സെഗ്മെൻറ്റിൽ 400cc ഉള്ള ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് ഉള്ള വണ്ടി തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് ബില്ല് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ
സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ കണ്ണുകളിൽ പോയി. കാരണം എനിക്ക് ആകെ ബില്ല് വന്നത് 210 രൂപയാണ് സെക്കൻഡ് സർവീസിൻ്റെ. ഇതിന് സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ ഇതിന് ആക്ച്വലി ഓയിലിൻ്റെ കാര്യത്തിൽ പോലും ഓയിൽ ടോപ്പപ്പാണ് സെക്കൻഡ് സർവീസിൽ ഉണ്ടായിരുന്നത്. ആ ടോപ്പപ്പ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം ഓയിൽ ലെവലൊക്കെ കറക്റ്റ് ആയിരുന്നു. സോ ഓയിൽ ലെവൽ കറക്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നോർമലി അവരുടെ പീരിയോഡിക്കലുള്ള എല്ലാ ചെക്കപ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് 210 രൂപയാണ് ആകെ എനിക്ക് ബില്ല് വന്നത്. അതുപോലെ ഫസ്റ്റ് സർവീസിനും എനിക്ക് 1800 സംതിങ് ആയിരുന്നു ബില്ല് ഉണ്ടായിരുന്നത്. അത് ഓയിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് നമുക്ക് 10,000 കിലോമീറ്ററിൽ ചെയ്താൽ മതി. എല്ലാവരും എല്ലാ സർവീസിനും ചെയ്യണം എന്നുള്ളൊരു തെറ്റായൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ അതല്ല, നമുക്ക് 10,000 കിലോമീറ്ററിൽ ചെയ്താൽ മതി. 5000 നമുക്ക് ഓയിൽ ടോപ്പപ്പ് മാത്രമേ പറയുന്നുള്ളൂ. സോ ആ കാര്യത്തിലും ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഈ വണ്ടിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. ആക്ച്വലി വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. ബാക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അത്രയധികം ഇഷ്ടമാണ് വണ്ടിയുടെ പറയാം. എനിക്ക് തോന്നിയ നെഗറ്റീവ്സാണ് ഞാൻ പറഞ്ഞത്. കാരണം നെഗറ്റീവ്സ് ഇല്ലാത്ത വണ്ടികളില്ല. എല്ലാ വണ്ടിയും ഓരോ സെഗ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീക്ക് പോയിൻറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും ഉണ്ടാവും ഒരു വണ്ടിക്ക്. സോ ഞാൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ 100% ഹാപ്പിയാണ്. ഞാൻ എന്താണോ ഈ വണ്ടിയിൽ നിന്ന് ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ചോയ്സ് എന്നേ ഞാൻ പറയുള്ളൂ. ഗുഡ് എന്നല്ല, ആക്ച്വലി ഗ്രേറ്റ് ചോയ്സ് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ തരത്തിലും ഇതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇത്രയും നാൾ ഈ വണ്ടി യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വണ്ടി എടുക്കാനായിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഈ വണ്ടി എടുക്കുന്നവർക്കൊന്നും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മിസ്സായ ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു കോൺസിൽ വരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്. ഇതിൻ്റെ സീറ്റ് ആക്ച്വലി അത്രത്തോളം കംഫർട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 200 കിലോമീറ്റർ വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഒരു ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ഒരു എയർ സസ്പെൻഷൻ കുഷൻ സീറ്റൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് സ്റ്റോക്ക് വരുന്ന ഹോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം ഇത്രയും വലിയ വണ്ടിക്ക് വേണ്ടി വരുന്നൊരു ഹോണേ അല്ല അവർ ഇതിന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഞാനതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ ഹോൺ ഞാൻ മാറ്റിയായിരുന്നു. ഞാനിപ്പോൾ ഒരു ഡ്യുവൽ ചാനൽ ഹോണാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിന് സ്റ്റോക്ക് വരുന്ന ഹോണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഈ വണ്ടിക്ക് ചേരുന്ന ഒരു ഹോണേ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഡോമിനാർ ഇഷ്ടപ്പെടുന്നവർക്കും ഡോമിനാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം കൊണ്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം. കാരണം എല്ലാവരും അറിവിൻ്റെ കാര്യത്തിൽ പൂർണ്ണറിയുന്നല്ലോ. ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും എനിക്ക് തിരുത്താനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും മാറുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.